നമ്മൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. നമ്മൾ പരീക്ഷിക്കപ്പെടുകയെന്ന് ചെയ്യും. നമ്മൾ വാടും, അല്ലെ നമ്മൾ തളരും, നമ്മൾ തകരും, നമ്മൾ തളർന്നു പോകും, നമ്മൾ കരയുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് മോചിതരായി തിരിച്ചു വരികയും ചെയ്യും. മറ്റൊന്നുമല്ല, ഇതൊക്കെ ഒരു പരീക്ഷണം കണ്ടാൽ മതി. ചിലപ്പോൾ നമ്മൾ വളരെ പ്രയാസത്തിലായി പോകും, വളരെ ബുദ്ധിമുട്ടിലായി പോകും, സങ്കടത്തിലായി പോകും. ആ സമയത്ത് നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഒരുത്തനും ഉണ്ടാവില്ല, ഒരാളും കൂടി ഉണ്ടാവില്ല. നമുക്ക് ചിലപ്പോൾ നമ്മളെ വണ്ടി കംപ്ലൈൻ്റ് ആവും, ചിലപ്പോൾ നമ്മളെ ബിസിനസ് എല്ലാം ഡള്ളായി പോകും, ചിലപ്പോൾ നമുക്ക് അസുഖം ബാധിച്ചുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം കൂടി ഒരുമിച്ച് ആർക്കും അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പഠിച്ചോ, നിങ്ങളെ നല്ല മനസ്സായതുകൊണ്ട് പഠിച്ചോ നിങ്ങളെ പരീക്ഷിക്കാമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇതിലൊക്കെ നമ്മൾ സ്റ്റെപ്പായിട്ട് പഠിച്ചു ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ പഴയ രീതിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെക്കാൾ ദുർബലരായിട്ടുള്ള ഒരാൾ, ആർക്കോ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചോ ഈ സ്റ്റെപ്പായിട്ട് ഉയർത്തി കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മളെക്കാൾ ദുർബലരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരെ നമ്മൾ കണ്ടെത്തി അവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചത് തന്നെയാണ്.